ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ICICI ബാങ്ക് പോലെയുള്ള ഒരു നാഷണൽ ബാങ്കിൽ കുറച്ച് പൈസ എടുത്ത് FD ഇട്ടു എന്ന് വിചാരിക്കുക. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ICICI ബാങ്കിലെ ഒരു ജീവനക്കാരി എങ്ങനെയാണ് 41 നിസ്സഹായരായ ഉപഭോക്താക്കളിൽ നിന്ന് 4.58 കോടി രൂപ തട്ടിയെടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. 2020 മുതൽ 2023 വരെ രാജസ്ഥാനിലെ കോട്ടയിലെ ശ്രീറാം നഗർ ബ്രാഞ്ചിലെ റിലേഷൻഷിപ്പ് മാനേജർ ആയിരുന്ന സാക്ഷി ഗുപ്ത തന്റെ അധികാരം ഉപയോഗിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളിലെ പണം പിൻവലിച്ചു. 3 വർഷത്തിനിടെ 41 കസ്റ്റമേഴ്സിന്റെ 110ലധികം FD അക്കൗണ്ടുകളിൽ നിന്ന് അവൾ പണം മോഷ്ടിച്ചു. ഒരു പ്രായമായ സ്ത്രീയുടെ അക്കൗണ്ട് പോലും അവരറിയാതെ 3 കോടി രൂപ വെളുപ്പിക്കാൻ ഉപയോഗിച്ചു. എങ്ങനെയാണ് ഇത് ചെയ്തതെന്നല്ലേ? സാക്ഷിയുടെ തന്നെ സ്വന്തം കുടുംബാംഗങ്ങളുടെ മൊബൈൽ നമ്പറുകൾ FD അക്കൗണ്ടുകളുമായി യോജിപ്പിച്ചു. കസ്റ്റമേഴ്സ് അറിയാതെ ഇടപാടുകൾക്ക് അംഗീകാരം നൽകാൻ OTPകൾ തടസ്സപ്പെടുത്തി. എന്നിട്ട് ഈ പൈസയെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് ലാഭമുണ്ടാക്കി പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ തിരികെ നൽകാമെന്നായിരുന്നു സാക്ഷി ഗുപ്തയുടെ പദ്ധതി. പക്ഷേ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർക്ക് വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അതുമൂലം കയ്യിലിരുന്ന പൈസ മുഴുവൻ പോയി. ഇനിയും ഇതെങ്ങനെയാ കണ്ടുപിടിച്ചതെന്നല്ലേ? 2024 ഫെബ്രുവരിയിൽ ഒരു കസ്റ്റമർ തന്റെ FD അക്കൗണ്ടിനെ കുറിച്ച് നോർമൽ ആയിട്ട് അന്വേഷിക്കുന്ന പോലെ ഒന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് FD അക്കൗണ്ടിൽ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ കാണുന്നത്. ഇത് അദ്ദേഹം ബാങ്കിനോട് സൂചിപ്പിച്ചു. ബാങ്ക് ഒരു ചെറിയ അന്വേഷണമൊക്കെ ഇൻസൈഡ് നടത്തി. അപ്പോഴാണ് അറിയുന്നത് സാക്ഷിക്ക് ഇതിനകത്ത് കൈയും തലയും ഉണ്ടെന്നുള്ള കാര്യം. 2024 ഫെബ്രുവരി 15 ഒരു FIR ഫയൽ ചെയ്യുകയും ചെയ്തു. സാക്ഷിയെ മെയ് 31 അവളുടെ സഹോദരിയുടെ വിവാഹത്തിന്റെ ഇടയ്ക്ക് വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള കസ്റ്റമേഴ്സ് ഈ OTP ഒക്കെ വരുന്നത് കണ്ടെത്താതിരിക്കാൻ വേണ്ടി അവൾ തന്റെ ഡെസ്ക്ടോപ്പിലേക്കാണ് OTPനെ റൂട്ട് ചെയ്ത് വിട്ടിരുന്നത്. ICICI ബാങ്ക് എന്താണേലും സാക്ഷി ഗുപ്തയെ സസ്പെൻഡ് ചെയ്തു. ഒരു FIR അവരും ഫയൽ ചെയ്തിട്ടുണ്ട്. ബാധിക്കപ്പെട്ട എല്ലാ യഥാർത്ഥ കസ്റ്റമേഴ്സിനും അവരുടെ ക്ലെയിമുകൾക്കനുസരിച്ച് അക്കൗണ്ടിലേക്ക് പൈസ തിരിച്ചിട്ടു കൊടുത്തു. അങ്ങനെ കസ്റ്റമേഴ്സും ICICI ബാങ്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർപ്പാക്കി. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ICICI പോലുള്ള വലിയൊരു നാഷണൽ ബാങ്കിലാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നത്. അതും അവിടുത്തെ തന്നെ ഒരു ഉദ്യോഗസ്ഥ. അതവർക്ക് കസ്റ്റമർ വരുന്നിടം വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുമുണ്ടായിരുന്നില്ല. സോ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. നിങ്ങളുടെ FD അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടുകൾ പതിവായി പരിശോധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഉറപ്പാക്കുക. ഇതേപോലെ തന്നെ SMS, ഇമെയിൽ ഇതുവഴിയുള്ള ഇടപാട് അലേർട്ടുകൾ എപ്പോഴും പ്രവർത്തനക്ഷമമാക്കി വെക്കുക. ബാങ്ക് ജീവനക്കാരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അവര് പറഞ്ഞാലും എല്ലാം വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കുക. വർഷത്തിൽ 2 തവണയെങ്കിലും അക്കൗണ്ട് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് എടുക്കുക. എത്ര സേഫ്റ്റിയുള്ള ബാങ്ക് ആണെങ്കിലും ഇന്റേണൽ സിസ്റ്റം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാം എന്ന് ഈ സംഭവം എടുത്തു കാണിക്കുന്നു. ആട് കിടന്നിടത്ത് ആട് തന്നെ കിടക്കും. കൂടെ അന്വേഷിച്ച് പോകേണ്ട കാര്യം വരില്ല.